നല്ല ചട്ടിയിൽ ഇങ്ങനെ എണ്ണ തിളപ്പിച്ചിട്ട് ആ തിളച്ച എണ്ണയ്ക്ക് ഇടാൻ കൊണ്ടുപോവാണ്. അപ്പോൾ ഈ സ്വഹാബി കരയാണ്. അപ്പോൾ കരഞ്ഞ സ്വഹാബിനോട് കൈസർ ചോദിച്ചു, എന്തിനാ കരഞ്ഞത്? പറഞ്ഞെന്താണ്, ആ ചുട്ടു തിളക്കുന്ന എണ്ണയിൽ ആദർശത്തിന് വേണ്ടി ബലി നൽകാൻ ഒരു റൂഹല്ലേ എനിക്കുള്ളൂ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരയണത്. എൻ്റെ ദേഹത്തിലുള്ള ഓരോ രോമത്തിന്റെ എണ്ണം കണ്ടും എനിക്ക് റൂഹുണ്ടെങ്കിൽ ആ റൂഹൊക്കെ ആ ചുട്ടു തിളക്കുന്ന എണ്ണയിൽ ആദർശത്തിന് വേണ്ടി ബലി ചെയ്യാമായിരുന്നല്ലോ. എത്ര റൂഹല്ലേ ഉള്ളൂ. ഇത് പറഞ്ഞ സ്വഹാബിന്റെ പേരാണ് ആരറിയോ? അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു. കിസ്റക്കുള്ള കത്ത് റസൂൽ കൊടുത്തിച്ച ഇദ്ദേഹത്തിന്റെ അടുത്തായിരുന്നു. മഹാധികാരിയായിരിക്കുന്ന കിസ്റ ചക്രവർത്തി, കിസ്റ പ്രവേശ്. അവിടെ ചെന്നപ്പോൾ കത്ത് പാറാവുകാർ പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുപോയി, നിങ്ങളെത്തും തരൂല, ഞാൻ നേരിട്ട് അയാളത്തേക്ക് കൊടുക്കുള്ളൂ പറഞ്ഞു. നേരിട്ട് അങ്ങോട്ട് പോയി കൊടുത്തു. പോകുന്ന ആളാണ്. പിന്നെ കൈസർ ചക്രവർത്തിന്റെ കൊട്ടാരത്തിലും ഇയാൾ ബന്ദിയായിട്ട് വന്നു. ആ സമയത്ത് കൈസർ പറഞ്ഞു, ഇസ്ലാമിൽ നിന്ന് പിൻവാങ്ങുകയാണെങ്കിൽ, രാജിവെക്കുകയാണെങ്കിൽ ഈ അധികാരത്തിന്റെ പൗതിയാണ് തരാം. പല ഓഫറും നൽകി, അതിലൊന്നും വാങ്ങിയില്ല. അയാളൊക്കെ എത്രയോ ഇഷ്ടം എനിക്ക്, 1000 വട്ടം ഇഷ്ടം എനിക്ക് മരണമാണ് നമുക്ക് പറഞ്ഞു. ഇസ്ലാമിൽ നിന്ന് രാജിവെക്കണതിനെക്കാട്ടിലും 1000 ഏത് അധികാരം കിട്ടിയിട്ടും കാര്യം എനിക്ക് അയാളെ മരണം, എന്നെ കൊന്നുവിളിയാണ്, കൊല്ലം കൊണ്ടുപോകണം. അപ്പോൾ വലിയൊരു ഉരുളിയിൽ കുറെ എണ്ണ തിളപ്പിച്ചിട്ട് 2 മുസ്ലിം ബന്ദികളെ ആ തിളക്കണ എണ്ണയിലിട്ട് കരിച്ചിന് കാണിച്ചു കൊടുത്തു. ആ 2 ബന്ദികളുടെ ഇറച്ചി ഇങ്ങനെ എല്ലുമെന്ന് ഉതിർന്നിങ്ങനെ വീണിട്ട് വെളുത്ത് എല്ലൊക്കെ കാണാൻ തുടങ്ങിയില്ല എണ്ണയിൽ. ആരെ മുമ്പെന്നാത്? ഇബ്നു ഹുദാഫിന്റെ മുമ്പെന്നാണ്. അത് കണ്ടിട്ടാണ് ഇബ്നു ഹുദാഫ കരയണത്. അപ്പോൾ ഇവർക്കൊരു തോന്നലുണ്ടായി, ഇയാളിപ്പം മടങ്ങുകഴിക്കാറത് കണ്ടാൽ ഇസ്ലാമിൽ നിന്ന്. അതിൽ പിടിച്ചുകൊണ്ടെന്ന് കൈസർ ചോദിച്ചു, മടങ്ങണോ ചോദിച്ചു. മടങ്ങണില്ല. പിന്നെ എന്തിനാ കരഞ്ഞതെന്ന്. അപ്പോഴാണ് ആ മറുപടി പറഞ്ഞത്, എൻ്റെ വിശ്വാസത്തിന് പകരമായി ആ എണ്ണയിലേക്ക് നൽകാൻ ഒരു ജീവനല്ലേ എനിക്കുള്ളൂ. ദേഹത്തുള്ള ഓരോ രോമത്തിനു പകരം ജീവുണ്ടാവുകയും അതൊക്കെ ആ എണ്ണയിലിടാനില്ലല്ലോ എന്ന് ഓർത്തിട്ട് കരഞ്ഞതാണ്. അപ്പോൾ കൈസർ വെറുതെ വിടുകയാണ് ചെയ്തത്. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു.